നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3ാം പാർട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, ദേശീയ പ്രസ്ഥാനവും കേരളവും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മലബാറിൽ നടന്ന ആ ഒരു സമരവും മലബാറിലുള്ള ജനങ്ങൾ എന്തുമാത്രം പിന്തുണ ദേശീയ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ദേശീയ സമരങ്ങൾക്കും നൽകിയത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൊച്ചിയിൽ എത്രത്തോളം പിന്തുണ കിട്ടിയിരുന്നു, ദേശീയ പ്രസ്ഥാനത്തിന് കൊച്ചിയിൽ നിന്നുമുള്ള ജനവിഭാഗത്തിലുള്ള ആളുകളിൽ നിന്നും എത്രത്തോളം പിന്തുണയാണ്, അവിടെ നടന്ന സമരങ്ങളും കാര്യങ്ങളും ഒക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഓക്കെ, സോ രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യ കാല പ്രക്ഷോഭങ്ങളുടെ പ്രധാന ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങളും ആരംഭിച്ചു. സോ അതിൽ ആദ്യം ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി സമരം. സോ എന്താണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്? അതായത് തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനായി കൊച്ചിയിലെ ദിവാനായ R.K. ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഓക്കെ, സോ ഇതിനെതിരെ 1936, വളരെ ശ്രദ്ധിക്കുക, വർഷം വളരെ ഇമ്പോർട്ടൻറ്റ്, 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ആളുകളൊക്കെ ഇതിനെ ശക്തമായി എതിർത്തു. ഓക്കെ, സോ പ്രക്ഷോഭത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. സോ ഇലക്ട്രിസിറ്റി സമരം എന്താണ്? തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനായി കൊച്ചിയിലെ ദിവാനായ R.K. ഷൺമുഖം ചെട്ടി, പേര് ഇമ്പോർട്ടൻ്റ് ആണ്, R.K. ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 നടന്ന സമരമാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഓക്കെ, ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഒന്നും കൂടെ സുഹൃത്തുക്കളെ, ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, അതുപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സോ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയവർ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരാണ്. ഓക്കെ, സോ ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയുണ്ടായി. പിൻകാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. സോ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുക എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന സ്ഥാപിക്കുന്നത്. എന്നാണ് 1941 സോ 1941 ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് എന്ത് ചെയ്യുന്നത്, കൊച്ചി പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമാകുന്നത്. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരാണ്. അതോടൊപ്പം തന്നെ ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്, ദേശവ്യാപകമായി സമരം നടത്തുവാനായി തീരുമാനിക്കുന്നു. അതിന്റെ വർഷവും തീയതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയുണ്ടായി. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രജാമണ്ഡല എന്ന സംഘടന എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കുന്നുണ്ട്. കൊച്ചിയിൽ എന്ത് ചെയ്യുകയാണ്, കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. അതിലെ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ആരാണ്? ഇക്കണ്ട വാര്യറാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത പ്രദേശം മലബാർ പറഞ്ഞു, കൊച്ചി പറഞ്ഞു, ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ് തിരുവിതാംകൂർ. സോ തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയാണ് സോ തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട 2 സമരങ്ങളാണ് സുഹൃത്തുക്കളെ. ഏതൊക്കെ? മലയാളി മെമ്മോറിയലും അതോടൊപ്പം തന്നെ ഈഴവ മെമ്മോറിയലും. സോ എന്താണ് മലയാളി മെമ്മോറിയൽ, എന്താണ് ഈഴവ മെമ്മോറിയൽ? ഈ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോക്സ് വളരെ നല്ലൊരു ബോക്സാണ്. ഈ ഒരു ഫാക്റ്റ് അവിടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടനവധി എക്സാമിന് ഇത് ഉപയോഗപ്രദമായിരിക്കും. സോ ആദ്യം മലയാളി മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. അതായത് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ
തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സമരമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? അതായത് GP പിള്ളയുടെ നേതൃത്വത്തിൽ 1891 ജനുവരി 1 ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഓക്കെ, സോ എന്തായിരുന്നു ആ നിവേദനം എന്ന് പറയുന്നത്? അതായത് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഒപ്പിട്ട ഒരു നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ആരുടെ നേതൃത്വത്തിൽ? GP പിള്ളയുടെ നേതൃത്വത്തിൽ. സോ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? GP പിള്ള. ഓക്കെ, നടന്ന വർഷം 1891. എന്തിനു വേണ്ടിയായിരുന്നു? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം അല്ലെങ്കിൽ ആ ഒരു നിവേദനം സമർപ്പിക്കുന്നത്. ഇനി എന്താണ് ഈഴവ മെമ്മോറിയൽ? ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1896 ഈഴവ സമുദായത്തിലുള്ള അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം എന്ത് ചെയ്യുകയാണ്? രാജാവിന് സമർപ്പിക്കുകയാണ്. ഓക്കെ, സോ അതിൽ പറയുന്ന കാര്യം എന്താണ്? അതായത് സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ അല്ലെങ്കിൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? GP പിള്ളയാണ്. അതോടൊപ്പം തന്നെ രണ്ടിൻ്റെയും വർഷം മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1, ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3. രണ്ടും നോക്കി വെച്ചിരിക്കുക. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു ബോക്സ് ആണ്. ഓക്കെ, ഒരു PSC ആസ്പിറന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ബോക്സും കൂടിയാണ്. സോ മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ട നിവേദനം. ഓക്കെ, 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. 1891 ജനുവരി 1 എന്ത് ചെയ്യുന്നത്? നിവേദനം സമർപ്പിക്കുന്നത്. നേതൃത്വം നൽകിയത് ആരാണ്? GP പിള്ളയാണ് നേതൃത്വം നൽകിയ ആരാണ്? GP പിള്ള. ഓക്കെ, സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. നേതൃത്വം നൽകിയത് ആരാ? ഡോക്ടർ P. പൽപ്പു. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഇതിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1896 സെപ്റ്റംബർ 3. ഓക്കെ, 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ എന്താണ്? 1891 ജനുവരി 1. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, സോ അതവിടെ അറിഞ്ഞിരിക്കുക. സോ നിവർത്തനം എന്താണ്? അതായത് നിയമലംഘനത്തിൽ നിന്നും നിസ്സഹരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. സോ സുഹൃത്തുക്കളെ, മലയാളി മെമ്മോറിയലും അതോടൊപ്പം തന്നെ ഈഴവ മെമ്മോറിയലിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി തിരുവിതാംകൂറിൽ നടന്ന മറ്റൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു എന്തെന്ന് പറയുന്നത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ, 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. 1932. സോ എന്തിനു വേണ്ടിയായിരുന്നു ഈ നിവർത്തന പ്രക്ഷോഭം? അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രാഷ്ട്രീയ സമിതി രൂപീകരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ, ഓക്കെ, അതായത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും എന്ത് ചെയ്യണം? ജനസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സംവരണം ഉറപ്പാക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗങ്ങളിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും എന്ത് ചെയ്യണം? സംവരണം ഉറപ്പാക്കണം. ഓക്കെ, ഇതിൻ്റെ ചൊല്ലിയുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്ന സമരമാണ് നിവർത്തന സമരം. ഓക്കെ, അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായുള്ള സംവരണം വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. C. കേശവൻ, NV. ജോസഫ്,
P.K. കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ഓക്കെ, സോ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? C. കേശവൻ, അതോടൊപ്പം തന്നെ NV ജോസഫ്, അതോടൊപ്പം തന്നെ P.K. കുഞ്ഞ്. C. കേശവൻ, NV ജോസഫ്, P.K. കുഞ്ഞ് എന്നിവർ എന്ത് ചെയ്യുകയാണ്? പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. നിവർത്തന പ്രക്ഷോഭം, ഒന്നും കൂടെ, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. എന്തിനു വേണ്ടിയായിരുന്നു? സംവരണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരമാണ്. ഓക്കെ, നേതൃത്വം നൽകിയവർ C. കേശവൻ, NV ജോസഫ്, P.K. കുഞ്ഞ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണം, അല്ലെ, ഉത്തരവാദ ഭരണം. സോ അതുപോലെ എന്ത് ചെയ്യുകയാണ്? തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. സോ അതിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. എവിടെ? തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം. ഓക്കെ, അതിനുവേണ്ടി രൂപീകരിച്ച സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഓക്കെ, നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭത്തിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ്, എന്താണ് നിവർത്തനം എന്ന് പറയുന്നത്? അതായത് സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും നിസ്സഹരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും നിസ്സഹരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിവർത്തന പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് ആരാണ്? NC ചാക്കോ. ഓക്കെ, ബോക്സിലാക്കി ഇട്ടേക്കണേ സുഹൃത്തുക്കളെ. ഓക്കെ, സോ നിവർത്തന പ്രക്ഷോഭത്തിന് നിവർത്തനം എന്ന പേര് നൽകിയത് ആരാണ്? IC ചാക്കോയാണ് അതിന് പേര് നൽകിയത്. ഓക്കെ, സോ പേര് നൽകിയത് IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? നമ്മൾ പാർട്ട് 1 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, സോ ആ ഒരു സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? K. രാമകൃഷ്ണ പിള്ള. ഓക്കെ, സോ അദ്ദേഹം തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന P. രാജഗോപാലാചാരി നടത്തിയ അഴിമതികളെ പറ്റിയും അദ്ദേഹത്തിന്റെ ദുഷിച്ച സ്വഭാവങ്ങളെയൊക്കെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സ്വദേശാഭിമാനി പത്രത്തിൽ എഴുതുന്നുണ്ട്. ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം K. രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. സോ ഒരു ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഈ രാജഗോപാലാചാരി എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകളടുത്ത് വളരെയധികം മോശമായി പെരുമാറുന്നുണ്ട്. സോ മോശമായി പെരുമാറുകയും തൊട്ടടുത്ത ദിവസം വരുന്ന പത്രത്തിൽ എന്ത് ചെയ്യുകയാണ്? രാമകൃഷ്ണ പിള്ള ആ ഒരു വാർത്ത നൽകുന്നു. സോ അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? രാജഗോപാലാചാരി വന്ന് വിലക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇനി മുതൽ ഇത്തരത്തിലുള്ള വാർത്തയൊന്നും കൊടുക്കരുത്, അദ്ദേഹത്തിനെ പറ്റി എന്ത് ചെയ്യണം? നല്ല വാർത്തകൾ കൊടുക്കണം. ഇനി വാർത്ത നൽകിക്കഴിഞ്ഞാൽ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം അവിടെയുള്ള അഴിമതിയും കാര്യങ്ങളെയൊക്കെ പറ്റി വാർത്ത നൽകുന്നു. പിന്നീട് എന്ത് ചെയ്യുകയാണ്? 1910 ഇദ്ദേഹത്തെ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്നു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥയിലായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു അല്ലെങ്കിൽ എഡിറ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? K. രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആരെന്ന് പറയുന്നത്? K. രാമകൃഷ്ണ പിള്ള. ഓക്കെ, സർക്കാരിന്റെ തെറ്റായ നയങ്ങളും അഴിമതികളും പത്രത്തിലൂടെ അദ്ദേഹം തുറന്ന് എതിർത്തിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാലാചാരി, സുഹൃത്തുക്കളെ അറിഞ്ഞിരിക്കുക, പേരറിഞ്ഞിരിക്കുക. P. രാജഗോപാലാചാര്യയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. 1910 അദ്ദേഹത്തിനെ നാടുകടത്തുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻറ്റ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഓക്കെ, സോ നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകർ 1934 K. കേളപ്പന്റെ നേതൃത്വത്തിൽ വെച്ച് ഒരു യോഗം ചേരുകയാണ്. K. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുന്നു. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്ത് എന്ത് ചെയ്യുകയാണ്? ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനായി അവർ തീരുമാനിക്കുന്നു. ഓക്കെ, സോ ആ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അകത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് തൽപരരായ
വ്യക്തികൾ ചേർന്നുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ തുടങ്ങിയവരൊക്കെ അതിന് നേതൃത്വം നൽകുന്നു. സോ നമുക്കൊന്ന് നോക്കാം. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വച്ച് യോഗം ചേർന്നു. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. വളരെ ഇമ്പോർട്ടൻറ്റ്. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ തുടങ്ങിയവരാണ് എന്ത് ചെയ്യുന്നത്, നേതൃത്വം നൽകുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുപാട് കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ, പുന്നപ്ര വയലാർ സമരം അല്ലെ. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഈ സമരം. ഓക്കെ, സോ ആർക്കെതിരെയായിരുന്നു സുഹൃത്തുക്കളെ ഈ ഒരു സമരം? CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു എന്തെന്ന് പറയുന്നത്, പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാൽ ഇത് പുന്നപ്ര വയലാർ സമരമെന്ന് അറിയപ്പെടുന്നു. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടന്നത്. സോ വർഷം ഇമ്പോർട്ടന്റ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ വർഷം 1946. പുന്നപ്ര വയലാർ സമരത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? VS അച്യുതാനന്ദൻ. ഓക്കെ, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? VS അച്യുതാനന്ദൻ. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ആർക്കെതിരെയായിരുന്നു? CP രാമസ്വാമി എന്ന തിരുവിതാംകൂർ ദിവാനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഓക്കെ, സോ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീ മുന്നേറ്റം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കൗമുദി ടീച്ചറിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൗമുദി ടീച്ചർ തൻ്റെ കയ്യിലുള്ള ആഭരണം എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജിക്കൊക്കെ നൽകുന്ന സന്ദർഭം അതവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിസ്സഹരണം അതോടൊപ്പം തന്നെ നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ എന്ത് ചെയ്യുകയാണ്, ദേശീയ പ്രസ്ഥാനം വളരെ കരുത്താർജിച്ചു വരുന്ന ഒരു സമയമായിരുന്നു. സോ ഈ ഒരു സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ പിന്തുണയും വളരെയധികം ഉണ്ടായിരുന്നു. ഓക്കെ, ഒട്ടനവധി സ്ത്രീകൾ കേരളത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിമാളു അമ്മ, അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ തുടങ്ങിയ നേതൃത്വത്തിലുള്ള സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, സമരത്തിന് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിസ്സഹരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പ് നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിൽ സ്ത്രീകൾ സജീവമായി. സമരകാലഘട്ടത്തിൽ ഐത്തോച്ചാടന, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ഇക്കാലയളവിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലബാറിൽ ആരാണ്? AV കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ. തിരുവിതാംകൂറിൽ ആരാണ്? അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവർ എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സോ അതവിടെ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് അവരുടെ ചിത്രങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് C കുഞ്ഞിക്കാവമ്മ. സോ ആരാണ് C കുഞ്ഞിക്കാവമ്മ എന്ന് പറയുന്നത്? സോ C കുഞ്ഞിക്കാവമ്മ എന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന സമയത്ത് സ്വർണ്ണ നൂലിൽ കോർത്ത തുളസിമാല മകനെ കൊണ്ട് അണിയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ അണിയിപ്പിക്കുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഉപഹാരം ഞാൻ സ്വീകരിക്കണമെങ്കിൽ ജീവിതാവസാനം വരെ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്ന ഉറപ്പ് എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. സോ ജീവിതാവസാനം വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞിക്കാവമ്മ
ആ ഒരു നിർദ്ദേശം പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിപ്പിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം. ഓക്കെ, ഗാന്ധിജി നിർദ്ദേശിച്ചു. ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. സോ ഗാന്ധിജിയുടെ നിർദ്ദേശം പാലിക്കുക മാത്രമല്ല പല സമരമുഖങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജോദാരണം, ഖാദി പ്രചാരണം എന്നിവയിലും സജീവമായിരുന്നു സി കുഞ്ഞിക്കാവമ്മ. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസ്ഥാന രൂപീകരണം, കേരള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഇനി പറയാനായി പോകുന്നത്. സോ കേരള സംസ്ഥാനത്തിലോട്ട് അല്ലെങ്കിൽ കേരള സംസ്ഥാന രൂപീകരണത്തിലോട്ട് നയിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നീ പ്രദേശത്തു നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ 1928, ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ഒന്നും കൂടെ, 1928 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. സോ ഈ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഒരു ആശയം വരുന്നത്. എന്താണ്? സ്വതന്ത്ര ഭാരതം ഓക്കെ എന്ന ഒരു ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ അതിന് ഒരു നേതൃത്വം നൽകുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കണം എന്ന ആശയം ഉൾക്കൊള്ളത് ഏത് സമയത്താണ്? 1928 പയ്യന്നൂർ സമ്മേളനത്താണ്. അതോടൊപ്പം തന്നെ 1949 ജൂലൈ 1 എന്ത് ചെയ്യുന്നുണ്ട്? തിരുകൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. 1921, ആ വർഷം മാത്രം ഞാൻ ഇവിടെ എഴുതുകയാണ്. 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ 1928 ഓക്കെ 1928 പയ്യന്നൂർ സമ്മേളനം, കോൺഗ്രസിലെ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സോ ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടത്തുകയും ചെയ്തു. 1949 ജൂലൈ 1, 1949 ജൂലൈ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുകൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരുന്നു. അപ്പോൾ 3 വർഷങ്ങൾ 21 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനം, 1928 പയ്യന്നൂർ സമ്മേളനം, 1949 ജൂലൈ 1 തിരുകൊച്ചി രൂപീകരിച്ചത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു കല്ല് ചില സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ കോ എന്നുള്ളത് എന്താണ്? കൊച്ചിയെയും തീ എന്നുള്ളത് തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, ഈ ഒരു കാര്യം ജസ്റ്റ് അവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. കൊതിക്കല്ല് എന്തിനെ സൂചിപ്പിക്കുന്നു? അല്ലെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാൻ പറ്റിയതാണ്. ഓക്കെ, സോ സുഹൃത്തുക്കളെ, അടുത്ത നമ്മൾ പറയാനായി പോകുന്നത് ഫസൽ അലി കമ്മീഷൻ. ഓക്കെ, സോ ഫസൽ അലി കമ്മീഷൻ എന്തിനാണ് രൂപീകരിച്ചത്? അപ്പോൾ ഫസൽ അലി കമ്മീഷൻ, സോ എന്താണ് സുഹൃത്തുക്കളെ ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കണം ഓക്കെ എന്ന ആശയത്തോടു കൂടി രൂപീകൃതമായതാണ് ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1956 നവംബർ 1 എന്ത് ചെയ്യുന്നുണ്ട്? കേരള സംസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും
തിരുകൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുകൊച്ചി രൂപീകൃതമായിട്ടുള്ള വർഷം നമ്മൾ പറഞ്ഞു 1949 ജൂലൈ 1. ഓക്കെ, സോ മലബാറിനെയും തിരുകൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1959 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട്, അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർത്തു. ഏതൊക്കെയാണ് സുഹൃത്തുക്കളെ? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ എന്ത് ചെയ്യുകയാണ്? തമിഴ്നാടിനോട് ചേരുകയാണ്. അതോടൊപ്പം തന്നെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് താലൂക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തോടും കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഈ ഒരു ഏതൊക്കെ സ്ഥലങ്ങളാണ് ഏതിൻ്റെയോടൊപ്പമാണ് ചേർന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യത ഉള്ളതാണ്. ഓക്കെ, സോ 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്യുന്നു. EMS നമ്പൂതിരിപ്പാട് ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി 1957 എന്ത് ചെയ്യുന്നത്? അധികാരമേൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. നോട്ട് എഴുതാതെ ഒരു കാരണവശാലും ക്ലാസ് മാത്രം കണ്ടിരിക്കരുത്, എങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. നോട്ട് എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ നോട്ടുകളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുന്നത്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളെ പറ്റി, അതായത് ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഫസ്റ്റ് പാഠഭാഗത്തൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ പറ്റി, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത്. ഒന്ന് നോക്കാം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ, ഫ്രാൻസിസ്കോ അൽമേഡ, അൽബുക്കർക്ക്, റാൽഫ് റിച്ച്. ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം? അല്ലെ, TH ബാബർ, അതായത് തോമസ് ഹാർവേ ബാബർ. ഓക്കെ, സോ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ നന്നായി പഠിക്കുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. താങ്ക്